അവന്തിക ആശുപത്രിയിലായതുകൊണ്ട് നന്ദൻ എന്തായാലും പോകാൻ പറ്റില്ല. അതിന്റെ കൂടെ നീയും സന്ദീപും കൂടി ഓഫീസിൽ പോകാതിരുന്ന അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റും. എന്റെയും ഈ വീടിന്റെയും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മെല്ലെ മാറിക്കോളും. നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ ഓഫീസിൽ പോയി നിങ്ങളുടെ ജോലി ചെയ്യണം. ഞാനും സച്ചേനോട് പറഞ്ഞു അതേപറ്റി. ഹോസ്പിറ്റലിൽ ഏട്ടത്തിയുടെ കൂടെ അനഘയുണ്ട്. അച്ഛനെ നോക്കാൻ ഞാനും സ്നേഹ ഇവിടെ ഉണ്ടല്ലോ. എന്നെ അങ്ങനെ നോക്കാൻ മാത്രം എനിക്ക് അസുഖമൊന്നുമില്ല. ശരീരത്തിന്റെ ബലക്കുറവ് മനസ്സിനെയും ബാധിച്ചു. ഒന്നും മനസ്സിലേൽക്കുന്നില്ല. കൂടുതൽ ചിന്തിക്കാനും പറ്റുന്നില്ല. നല്ല ഓർമ്മകളേക്കാൾ കൂടുതൽ വിഷമിക്കാനുള്ള കാര്യങ്ങളല്ലേ ഈശ്വരൻ തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇപ്പൊ തരുമെന്ന പ്രതീക്ഷ വന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം തട്ടിയെടുത്തോണ്ടങ്ങ് പോകും. അതുകൊണ്ട് ഒന്നിലും അമിതമായി പ്രതീക്ഷിക്കുകയോ അതിൽ സന്തോഷം കണ്ടെത്തുകയോ ചെയ്യരുത് എന്ന വലിയൊരു പാഠം പഠിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. നീ എവിടേക്കാ? അവന്തികയുടെ അടുത്തേക്കാണോ? അതെ അച്ഛാ, ഞാൻ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ആ, എനിക്കും അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ അങ്ങോട്ട് വരാതിരിക്കുന്നത്. അവളെ കണ്ട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അവൾക്ക് ആശ്വാസം കിട്ടുന്ന വാക്കുകളൊന്നും അവളെ കാണുമ്പോ എന്റെ നാവില് വരില്ല. പാവം, എന്തോരം ആഗ്രഹിച്ചു കാണും. അതുപോലെ നീയും. സന്താന ഭാഗ്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാ. എത്ര നിമിഷം കൊണ്ടാ ആ ഭാഗ്യം തെന്നി മാറിപ്പോയത്. ഇനിയിപ്പോ അത് പറഞ്ഞ് വിഷമിക്കാന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. നീയും അവളോട് ഇതേപ്പറ്റി അധികം സംസാരിക്കണ്ട. തകർന്നിരിക്കുന്ന അവളെ ഇനി നമ്മളും കൂടി വിഷമിപ്പിക്കരുത്. ശരി അച്ഛാ.